ഇത്തരത്തിലൊരു കലാരൂപം അവതരിപ്പിക്കാൻ ഈ ഏറെ തിരക്കുകൾക്കിടയിൽ ഇവിടെ എത്തിച്ചേർന്ന ഈ എളിയ കലാകാരന്മാരെ നമുക്ക് ഈ അവസരത്തിൽ എത്ര കണ്ട് അഭ്യർത്ഥിച്ചാലും മതിയാകുകയില്ല. നമുക്കറിയാം, ഓട്ടത്തുള്ളൽ എന്ന ഒരു കലാരൂപം ഇന്ന് അറിയപ്പെടുന്നത് പോലും താമരക്കുടി മാസ്റ്റർ കരുണാകരന്റെ പേരിലാണെന്ന് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പേര് കേരളക്കര എന്നും വലിയ പ്രശസ്തിയിലാണ്. ഓട്ടത്തുള്ളൽ രംഗത്ത് ഒരു അധികാരം തന്നെയാണ്. നമുക്കെല്ലാം നമ്മുടെ കൊച്ചുനാൾ മുതൽ നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മുടെ പട്ടാഴിയപ്പലത്തിലേക്ക് ഉത്സവമായി ബന്ധപ്പെട്ട് സ്ഥിരമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് താമരക്കുടി മാസ്റ്റർ കരുണാകരന്റെ ഓട്ടത്തുള്ളൽ എന്ന് പറയുന്നത്. ആ കരുണാകരൻ സാറിന്റെ കൊച്ചുമകൾ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാനായി നമ്മുടെ സ്കൂളിലെത്തിയത് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷം തന്നെയാണ്. ആ എളിയ കലാകാരിയെ ഈ അവസരത്തിൽ വളരെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഈ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുഞ്ചനമ്പേരുടെ സഭാപ്രവേശം മയൻതുള്ളലിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് മയന്റെ മായാജലം. മയൻ എന്ന ശില്പി പാണ്ഡവർക്ക് വേണ്ടി തലസ്ഥാനമായ ഇന്ദ്രപ്രസ്ഥം എന്ന സ്ഥലം നിർമ്മിക്കുന്നതിന്റെ വിവരമാണ് വേദിക ഇവിടെ പറയാൻ പോകുന്നത്. ഞാൻ വേദിക. അങ്ങനെ കൃഷ്ണനും വ്യാസനും പറഞ്ഞതുപോലെ തന്നെ മയൻ പാണ്ഡവരുടെ കൊട്ടാരം പണിയാൻ അവിടെ എത്തുകയാണ്. കൊട്ടാരം പണിയാൻ നേരത്ത് ആദ്യം മയൻ തന്റെ ഗുരുക്കന്മാരെയും ബ്രാഹ്മണരെയും 4 വേദങ്ങളെയും നമസ്കരിക്കുകയാണ്. ശേഷം കോടാലി കയ്യിലെടുത്തിട്ട് ഭൂമിയുടെ മഹിതലത്തിൽ വെട്ടുകയാണ്. പിന്നെ പിറകിലോട്ടൊന്ന് മാറി നിന്ന് 10 കല്ല് ജപിച്ചെറിയുകയാണ്. ആ സമയം ഭൂമിയുടെ മഹിതലം രണ്ടായി പിളരുകയും അവിടെ നിന്നൊരു മൗലികുംഭം ഉയരുകയും ചെയ്യുന്നു. അതിന്റെ തിളക്കത്താൽ അവിടെ ഗോപുരങ്ങളും മതിലുകളും വരുന്നു. അത് വില കൂടിയ മാണിക്യങ്ങളും മുത്തുകളും പവിഴങ്ങളും കൊണ്ട് നിർമ്മിച്ചതുകൊണ്ടായത് തന്നെ അവിടെ മുഴുവനും അതിന്റെ തിളക്കം പകരുന്നു. ആ 10 ദിക്കും മുഴുവനും. നന്ദി, നമസ്കാരം. എല്ലാം വായിച്ച് മനസ്സിലാക്കണം കേട്ടോ, കണ്ട് മനസ്സിലാക്കണം.
രക്ഷിച്ചുകൊള്ളണമേ.